ഹലോ നമസ്കാരം. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ബാലചന്ദ്രൻ സ്റ്റാലിനോട് പറയുന്നുണ്ട്, പണ്ടൊരിക്കലെ വൈജയന്തിക്ക് ഞാൻ ലവ് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് വൈജയന്തിയുടെ അച്ഛനെ എൻ്റെ മുഖത്ത് ഇട്ട് അടിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ എടുത്ത ഡിസിഷനാണ് വൈജയന്തിയെ ഞാൻ മാത്രമേ വിവാഹം കഴിക്കൂ എന്നുള്ളത്. പക്ഷേ അവളെ എനിക്ക് കിട്ടിയത് ഏത് രൂപത്തിലാണെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് മിസ്റ്റർ സ്റ്റാലിന് മാത്രമാണെന്ന് പറയാണ്. 23 വർഷം എടുത്തു സത്യങ്ങളെല്ലാം തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. എല്ലാവരും എന്നെ ചതിച്ചു. 23 വർഷക്കാലം ഞാൻ പമ്പര വിഡ്ഢി പോലെ ജീവിച്ചു എന്നാണ് ബാലചന്ദ്രൻ സങ്കടത്തോടെ സ്റ്റാലിനോട് പറയുന്നത്. എച്ചിൽ തിന്നുന്ന പട്ടിയെ പോലെയാണ് ഞാൻ ഇത്ര നാളും ജീവിച്ചത്. അന്ന് നീലഗിരിയിൽ നിന്ന് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങളെ എങ്ങാനും എൻ്റെ മുന്നിൽ കണ്ട നിങ്ങളെ ഞാൻ വെടിവെച്ച് കൊന്നേനെ എന്നാണ് ബാലചന്ദ്രൻ സ്റ്റാലിനോട് പറയുന്നത് കേട്ടോ. നിങ്ങളെ മാത്രമല്ല വൈജയന്തിയെയും അലീനയും. പക്ഷെ ഞാൻ വീണുപോയി. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം ഹോസ്പിറ്റലായിരുന്നു. പിന്നെ എന്നെ തന്നെ ഞാൻ തന്നെ തണുപ്പിച്ചു എന്നിട്ടാണ് പറയുന്നത്. പിന്നെ എൻ്റെ ശത്രുത ഒരാളിലേക്ക് മാത്രമായി. നിങ്ങളെ എൻ്റെ ലിസ്റ്റിൽ നിന്ന് വെട്ടി, അലീനയും വെട്ടി, പിന്നെ ഗംഗാധര മേനോൻ, രാജീവ് മേനോൻ ഇവരൊക്കെ ഞാൻ വെട്ടി. പക്ഷേ ഒരാളിലേക്ക് മാത്രമായി എൻ്റെ പകയും വിദ്വേഷം എല്ലാം. അത് വൈജയന്തി മാത്രമാണ്. 23 വർഷം എൻ്റെ കൂടെ പതിവ്രതയായി ജീവിച്ചില്ലേ, അവളോട് മാത്രമാണ് എൻ്റെ പക എന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നത്, അതല്ല ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. വൈജയ്ക്ക് അലീനയെ കണ്ടുകൂടാ. ദേഷ്യമാണ് അവളോട് എപ്പോഴും. ഇപ്പോൾ അലീനയെ വീട്ടിൽ നിന്ന് പുറത്താക്കണം. അതാണ് അവളുടെ ജീവിതാഭിലാഷം എന്ന് പറയാണ്. അലീനയെ വീട്ടിൽ നിന്ന് പുറത്താക്കാതെ ഞാൻ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കളഞ്ഞു. എന്നിട്ട് ബാലചന്ദ്രൻ സ്റ്റാലിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് സ്റ്റോറി, അടിപൊളിയല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ സ്റ്റാലിനോട് പറയുന്നുണ്ട്, ഞാൻ ഒന്നും അറിയാണ്ടല്ല നിങ്ങളെ വീട്ടിലേക്ക് വന്നത്. ഇവിടുത്തെ കപട നാടകം കാണാണ്ട് നിങ്ങൾ പോകരുതെന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മകളെ കാണണം. പിന്നെ കാണിക്കുന്നത് ഗോവർദ്ധനെയാണ് കേട്ടോ. ഗോവർദ്ധനൻ ബാലചന്ദ്രനും സ്റ്റാലിനിലുള്ള ഹോട്ടലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വന്നതിന് ശേഷം ഗോവർദ്ധൻ്റെ കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ബാലചന്ദ്രൻ്റെ കാർ അവിടെ പാർക്കിങ്ങിൽ കാണുന്നുണ്ട് കേട്ടോ. കണ്ടതിന് ശേഷം ഫോൺ വിളിക്കാം കേട്ടോ ബാലചന്ദ്രനെ. ആ സമയത്ത് ബാലചന്ദ്രൻ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട്, എവിടെയാ ബാലേട്ടാ, കാണുന്നില്ലല്ലോ, ആരെ കാണാനാ ഇവിടെ വന്നേന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരുവാണ്, നീ ഇങ്ങോട്ട് ഇനി വരണ്ട, ഞാൻ അങ്ങോട്ട് വരാണ്, വന്നിട്ട് എല്ലാം പറയാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങി വന്ന് ഗോവർദ്ധനെ ഉറക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഗോവർദ്ധനാന്ന്. അങ്ങനെ തിരിഞ്ഞു നോക്കിയ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താടാ താനിങ്ങനെ ആലോചിക്കുന്നതെന്ന്. അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട്, ഏയ് ഒന്നുമില്ല. അങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, താൻ വെറുതെ വീട്ടിൽ പോയല്ലേ എന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു അബദ്ധം പറ്റി, എന്നാലും പ്രശ്നമില്ല, ബാലേട്ടൻ്റെ ഓഫീസ് ബാഗ് എടുക്കാൻ പറ്റിയില്ലേ. എന്നിട്ട് ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്തിനു വന്നിനു ബാലേട്ടാന്ന് പറയുന്നുണ്ട്. അന്നേരം ബാലേട്ടൻ പറയുന്നുണ്ട്, പറയാം. ഗോവർദ്ധന, അയാൾ ഇവിടെ വന്നിട്ടുണ്ടോ, അലീനയുടെ അച്ഛൻ എന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട്, അയാൾ എത്തിയോ ഇത്ര പെട്ടെന്നോ, അയാൾ എന്തിനു വന്നു ബാലേട്ടാന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ബാലേട്ടൻ പറയുന്നുണ്ട്, അയാൾക്ക് അലീനയെ ഒന്ന് കാണണം, കണ്ടാലേ അയാൾക്ക് ബോധ്യപ്പെടും എന്ന് പറയാണ്. എന്നിട്ട് ഗോവർദ്ധനൻ പറയുന്നുണ്ട്, അയാൾ എന്ത് വർത്താനാ പറയണത്, ബാലേട്ട ഇത്രയും കാര്യങ്ങളും പറഞ്ഞിട്ട് അയാൾക്ക് വിശ്വാസം. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, സ്വാഭാവികമല്ലടോ, ഏതോ ഒരു സുപ്രഭാതത്തിൽ അയാൾക്കൊരു മകളുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാളത് വിശ്വസിക്കണോ, കാണട്ടടോ, കണ്ട് വിശ്വാസം വരട്ടെ എന്ന് പറയാണ്. അയാളെ കണ്ട് ബോധ്യപ്പെട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ എൻ്റെ മോളെ അയാൾക്ക് വിട്ടുകൊടുക്കത്തുള്ളൂ എന്ന് പറയാണ്. അല്ലെങ്കിൽ അവളെ എന്നെ അച്ഛ എന്ന് വിളിക്കും എന്ന് പറയാം. എൻ്റെ മക്കളുടെ മൂത്ത ചേച്ചിയായി എൻ്റെ വീട്ടിൽ എൻ്റെ മകളായിട്ട് അവൾ ജീവിക്കുന്നു പറയാണ്. എന്നെക്കാൾ ഒരു പടി സ്നേഹം അയാൾ കൊടുക്കുമെങ്കിൽ മാത്രമേ എൻ്റെ മോളെ ഞാൻ വിട്ടുകൊടുക്കൂ എന്ന് പറയാണ്. ബാലേന്ദ്രൻ ഗോവർദ്ധനോട് ചോദിക്കുന്നത്, നീ എന്താണ് അങ്ങനെ ബ്ലിങ്കസി ആയിട്ട് ഇരിക്കുന്നത് പറയാണ്. അന്നേരം ഗോവർദ്ധനൻ പറയുന്നുണ്ട്, എനിക്ക് ബാലേട്ടനെ ഓർത്താ ടെൻഷൻ. അയാൾക്ക് അലീനയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അലീനയെ കൂട്ടിക്കൊണ്ടു പോയാൽ ബാലേട്ടൻ എന്ത് ചെയ്യുന്നു പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് അപ്പോഴത്തെ കാര്യമില്ല, അത് നമുക്ക് അപ്പോൾ ആലോചിക്കാമെന്ന് പറയാണ്. അന്നേരം ഗോവർദ്ധനൻ ചോദിക്കുന്നുണ്ട്, വൈജയുടെ എത്തിയോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ബാലേന്ദ്രൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ആവശ്യമില്ലാത്ത പേര് വലിച്ചെടുക്കല്ലേ ഗോവർദ്ധന, അതൊക്കെ അവിടെ നിൽക്കും. ഇപ്പം നമുക്ക് സ്റ്റാൻലി ജോസഫ് ഉണ്ട്, അയാളെ റൗണ്ട് കഴിയട്ടെ, എന്നിട്ട് മതി വൈജയന്തി എന്ന് പറയാണ്. എന്നിട്ട് ഗോവർദ്ധനോട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നമുക്ക് അഡ്വക്കേറ്റിനെ കാണണം, നമ്മളൊന്ന് അങ്ങോട്ട് വരുന്നുണ്ട് എന്നൊന്ന് വിളിച്ച് പറയണേ, നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് ഗോവർദ്ധനൻ പറയുന്നുണ്ട്, ഞാനിപ്പോൾ തന്നെ വിളിച്ചറിയാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് സ്റ്റാൻലി ജോസഫാണ് കേട്ടോ. റൂം ബോയ് വന്നിട്ട് വെള്ളം കാര്യങ്ങളെല്ലാം കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഡ്രിങ്ക് കഴിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ സ്റ്റാൻലി ജോസഫ്.
അപ്പോഴാണ് സ്റ്റാലിൻ്റെ പപ്പ സ്റ്റാലിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നീ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാലിൻ പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് പറയാണ്. അപ്പോൾ പപ്പ പറയുന്നുണ്ട് നീ വീട്ടിലില്ല എന്ന് എനിക്ക് ഞാൻ അറിയാം ഞാൻ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട് ഞാനിപ്പോൾ പാലായിലാണ് ഉള്ളത്. ബാലചന്ദ്രനെ പപ്പക്ക് ഓർമ്മയില്ലേ, അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നതെന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ്റെ പപ്പ പറയുന്നുണ്ട് നിനക്ക് പണ്ടെങ്ങാനും ആഗ്രയിൽ വെച്ച് ഒരു കുഞ്ഞുണ്ടായ കാര്യം പറയാൻ വേണ്ടി വന്ന ആളല്ലേ എന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട് അതേ എന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ്റെ പപ്പ പറയുന്നുണ്ട് നിനക്ക് വല്ല കാര്യമുണ്ടോ അവിടേക്ക് പോവാൻ. എന്നിട്ട് അപ്പച്ചൻ പറയുന്നുണ്ട് അതൊക്കെ തട്ടിപ്പാണെന്നേ. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട് തട്ടിപ്പാണോ സത്യമാണോ എന്നുള്ള കാര്യം എനിക്കറിയണ്ടേ. പണ്ട് വൈജയന്തിയായിട്ട് എനിക്ക് ബന്ധമുള്ള കാര്യം അത് സത്യമാണ് എങ്കിൽ അതിലൊരു കുട്ടിയുള്ള കാര്യം സത്യമാണോ എന്ന് അറിയണ്ടേ എന്ന് പറയാണ്. ഇത് അപ്പച്ചൻ പറയുന്നുണ്ട് കാണാതെ നിവർത്തിയില്ലെങ്കിൽ പോയി കണ്ടിട്ട് വാ, പക്ഷേ കൂട്ടിക്കൊണ്ടുവരാനൊന്നും നിൽക്കല്ലേ എന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട് നോക്കട്ടെ. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട് എന്നാൽ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞിട്ട് രണ്ടാളും ഫോൺ വെക്കുക കേട്ടോ. പിന്നെ കാണിക്കുന്നത് അലീനയും രോഹിത്തിനെ കേട്ടോ. രോഹിത്ത് കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നുണ്ട്. സ്റ്റെപ്പിൽ ഇരുന്നിട്ട് ഷൂ ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അലീന രോഹിത്തിൻ്റെ അടുത്ത് വന്നിരിപ്പുണ്ട് കേട്ടോ. എന്നിട്ട് രോഹിത് പറയുന്നുണ്ട് എന്നാൽ ശരി ചേച്ചി ഞാൻ പോവാമെന്ന് പറഞ്ഞിട്ട് ബായ് ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞേക്കുക കേട്ടോ രോഹിത്തിനെ. അത് കഴിഞ്ഞ് ബബിതയും കൃഷ്ണമോളും കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അന്നേരം അലീന ചോദിക്കുന്നുണ്ട് ബബിത ലഞ്ച് ബോക്സൊക്കെ എടുത്തല്ലോ എന്ന് പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട് എടുത്തു, നീയോ കൃഷ്ണമോളോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് ഇന്ന് എക്സാം അല്ലേ, ഉച്ചവരെ ഉള്ളൂ, ഞാൻ ഇവിടെ വന്നിട്ടേ കഴിക്കൂ എന്ന് പറയാണ്. അങ്ങനെ രണ്ടാളും കോളേജിൽ പോവാം കേട്ടോ. അങ്ങനെ രണ്ടുപേരും കോളേജിൽ വണ്ടി എടുത്തിട്ട് പോകാൻ നിൽക്കുമ്പോൾ അലീന വണ്ടിയിൽ ചളിവിറ്റിയെ കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അലീന ബബിതയോട് പറയുന്നുണ്ട് എന്താ ബബി ഇത്, ഒന്ന് കഴുകിക്കൂടെ വണ്ടി എന്ന് പറയാണ്. എന്നിട്ട് അടുത്തുള്ള ഒരു ടവൽ എടുത്തിട്ട് ആ ചളിയൊക്കെ തുടച്ച് കളയുക കേട്ടോ. എന്നിട്ട് ബബിത താങ്ക്സ് പറയുന്നുണ്ട്. അന്നേരം അലീന പറയുന്നുണ്ട് നോ കമൻറ്റ്സ് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട് രണ്ടാൾക്കും എക്സാമാണ്, നല്ലപോലെ എഴുതിയിട്ട് വരണം എന്ന് പറയാണ്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട് ഒന്ന് പ്രാർത്ഥിച്ചോളണേ ചേച്ചി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കോളേജിൽ പോവാം കേട്ടോ. പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രനാണ് കേട്ടോ. ബാലചന്ദ്രൻ ഫ്രഷ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് സ്റ്റാലിൻ ജോസഫ് ആയിരുന്നു. ഫോൺ റിങ് ചെയ്ത് കണ്ടിട്ടും ബാലചന്ദ്രൻ ആദ്യം ഫോൺ എടുക്കുന്നില്ല കേട്ടോ. രണ്ടാമത് റിങ് ചെയ്തപ്പോഴാണ് കേട്ടോ ഫോൺ എടുക്കുന്നത്. എൻ്റെ സ്റ്റാലിൻ പറയുന്നുണ്ട് ഞാൻ സ്റ്റാലിനാണ് എന്ന് പറയണം. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി, ഇൻട്രൊഡക്ഷൻ്റെ കാര്യമൊന്നുമില്ല എന്ന് പറയണം. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട് എനിക്ക് അലീനയെ കാണണമെന്ന് പറഞ്ഞിരുന്നു, എന്നിട്ട് മറുപടി ഒന്നും പറഞ്ഞില്ല എന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാൻ നിൽക്കുമായിരുന്നു, അപ്പോഴാണ് ഇങ്ങോട്ട് കോള് വന്നതെന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്നാൽ താങ്കൾ ഇങ്ങോട്ടേക്ക് വാ, വീട്ടിലേക്ക് വാ എന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട് അങ്ങോട്ടേക്കോ, അങ്ങോട്ട് വരാൻ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുക എന്ന് പറയാണ്. അന്നേരം ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്നാൽ കുഴപ്പമില്ല, ഞാൻ ആലോചിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട് എന്നാൽ കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് തന്നെ വന്നോളാം, ലൊക്കേഷൻ അയച്ചു തന്നാൽ മതി എന്ന് പറയാണ്. ബാലേന്ദ്രൻ പറയുന്നുണ്ട് ശരി ഞാനിപ്പോൾ തന്നെ ലൊക്കേഷൻ അയച്ചു തരാമെന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട് ഞാൻ അവിടെ വന്നാലും ഞാൻ ആരാണെന്ന് പറയും, നമ്മൾ തമ്മിൽ പറയുമ്പോൾ തെറ്റിപ്പോകാൻ പാടില്ലല്ലോ എന്ന് പറയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ ക്ലയൻറ്റ് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്, അതുപോലെ തന്നെ പറയാം. അങ്ങനെ ബാലേന്ദ്രൻ ഫോൺ വിളിച്ച് വെച്ചത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താട്ടോ അലീന കയറി വരുന്നത്. എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇന്ന് ചായ ഇല്ലേന്ന്. അന്നേരം അലീന പറയുന്നുണ്ട് ചായ ഉണ്ട്, ഇനി ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ ഉള്ളൂ എന്ന് പറയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതിനും കണക്കോന്ന് വയ്ക്കുകയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട് ഇതിനൊക്കെ കണക്ക് വെക്കുന്നത് നല്ലതാണെന്ന് പറയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഈ കണക്ക് പറയാനാ ഇങ്ങോട്ട് കയറി വന്നതെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അലീന പറഞ്ഞു അല്ല അച്ഛാ ഞാൻ കഴിക്കാൻ വിളിക്കാൻ വന്നതാന്ന് പറഞ്ഞു, പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, എനിക്ക് പുറത്ത് പോകണമായിരുന്നു എന്ന് പറയണം. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എപ്പോഴാണ് പോകേണ്ടതെന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് അച്ഛൻ ഇപ്പോൾ പോവുകയാണെങ്കിൽ അച്ഛൻ്റെ കൂടെ ഇപ്പോൾ വരാമെന്ന് പറയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് എനിക്ക് കുറച്ച് സാധനം വാങ്ങിക്കായിരുന്നു. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇന്ന് പോകണ്ട, നാളെ പോവാം, എനിക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട് ഓർഫണേജിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് എന്ന് പറയണം. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ ഒറ്റയ്ക്ക് പോകണ്ട, നാളെ ഞാനും കൂടി വരാം, നീ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ സാധനങ്ങൾ അവിടെ കൊടുക്കാതിരിക്കണ്ടല്ലോ, നീ പോയി കഴിഞ്ഞാൽ ഞാൻ കൊടുക്കാമല്ലോ, അതുകൊണ്ട് സ്ഥലമൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട് കാര്യമായിട്ടാണോ അച്ഛൻ പറയുന്നത്, അവിടെ സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുമെന്ന് ഇരിക്കുകയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് അലീന പറയുന്നുണ്ട് എന്നാൽ വാ താഴേക്ക് കഴിക്കാൻ എടുത്ത് വെക്കാമെന്ന് പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാനിതാ വരുന്നു, നീ എടുത്ത് വെക്ക് എന്ന് പറയാണ്. എന്നിട്ട് തിരിഞ്ഞു പോകുന്ന സമയത്ത് അലീന പറയുന്നുണ്ട് അച്ഛാ താങ്ക് യു എന്ന് പറയാം കേട്ടോ. അങ്ങനെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.